നമസ്കാരം. കേരളം എന്താണ്? വെള്ളരിക്ക പട്ടണമാണ്. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ജനതയുടെ മൗലികാവകാശങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എങ്ങനെയാണ് അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുക, എങ്ങനെയാണ് അതിനെപ്പറ്റി ചോദ്യം ചെയ്യാതിരിക്കുക? തിരുവനന്തപുരത്ത് യാത്രക്കാർക്ക് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്ന ഓൺലൈൻ ടാക്സി ഓട്ടോ സേവനങ്ങൾക്കെതിരെ വ്യാപകമായ ഭീഷണിയും ഗുണ്ടായിസവും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഇത്തരം വാഹനങ്ങൾ യാത്രക്കാരെ എടുക്കുന്നതിനെ വിലക്കിക്കൊണ്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ഇപ്പോൾ ഒരു സാധാരണ കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫ്ലെക്സുകളാവട്ടെ, ബോർഡുകളാവട്ടെ, വിളിച്ചു വരുത്തിയുള്ള ഭീഷണികളാവട്ടെ, ഇതെല്ലാം സംഭവിക്കുന്നത് ഇതേ കേരളത്തിൽ തന്നെയാണ്, ഇതേ തലസ്ഥാനത്ത് തന്നെയാണ്, പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്താണ് എന്നുള്ളതും കൂടി നോക്കുക. നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സംരംഭകർക്കും ദിവസവും ഈ സേവനം ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് സാധാരണക്കാർക്കുമെതിരെ നടക്കുന്ന ഈ സംഘടിത ഭീഷണി തിരുവനന്തപുരം നഗരത്തിന്റെ പുരോഗമനപരമായ മുഖത്തിന് തന്നെ കളങ്കമേൽപ്പിക്കുന്നതാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട, ഒരു തർക്കവും വേണ്ട. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഫ്ലെക്സ് ബോർഡുകളായും പോസ്റ്ററുകളായും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പുകൾ വ്യക്തമാണ്. ആ പോസ്റ്റിലെ മുന്നറിയിപ്പ് ഇത് തന്നെയാണ്: ഓൺലൈൻ ഓട്ടോ അഥവാ ടാക്സികൾ 100 മീറ്റർ അകലം പാലിക്കൂ, സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ട്രിപ്പ് എടുക്കാൻ അനുവദിക്കുന്നതല്ല. ഇതൊക്കെയാണ് മുന്നറിയിപ്പുകൾ. റെയിൽവേ സ്റ്റേഷന്റെയും പ്രധാന ബസ് സ്റ്റാൻഡുകളുടെയും തൊട്ടടുത്ത് പോലീസിന്റെയും അധികാരികളുടെയും മുന്നിൽ വെച്ചാണ് ഈ ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് ഇന്നും ഇന്നലെയും വന്ന ബോർഡുകളല്ല, നാളുകളായി ഈ ബോർഡുകൾ അവിടെ ഉണ്ട്, പോലീസ് കാണുന്നുണ്ട്. എന്നിട്ടും ഒരു നടപടി, ഒരു ചെറുവിരൽ അവർ അനക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കോവളം പോലുള്ള അന്താരാഷ്ട്ര ടൂറിസം പ്രാധാന്യമുള്ള മേഖലകളിൽ പോലും KTTC സമുദ്രയുടെ മുന്നിലടക്കം ഓൺലൈൻ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡുകൾ സഞ്ചാരികളെ അമ്പരപ്പിക്കുന്നതാണ്. അവർ തന്നെ നോക്കുമ്പോൾ കാണുന്നത് ഓൺലൈൻ വാഹനങ്ങൾക്ക് ഇവിടെ കയറാൻ കഴിയില്ല, അനുവാദമില്ല എന്നൊക്കെ പറയുന്നത് ഏത് നാട്ടിൽ നടക്കുന്നുള്ള കാര്യം എന്നുള്ളത്. ടൂറിസം, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യേണ്ട ടൂറിസം പോലും മുന്നിൽ നിന്ന് ഞെട്ടി നോക്കുന്ന കാഴ്ച, ടൂറിസ്റ്റുകൾ പോലും അമ്പരക്കുന്ന കാഴ്ച. ഇങ്ങനെയാണല്ലോ നമ്മൾ ടൂറിസം വളർത്തുന്നത്, അല്ലേ? നമുക്ക് ഇഷ്ടമുള്ളൊരു വാഹനം തിരഞ്ഞെടുക്കാനും അത് എവിടെ നിന്ന് ബുക്ക് ചെയ്യാനും എവിടേക്ക് യാത്ര ചെയ്യാനുമുള്ള ഒരു ഉപഭോക്താവിൻ്റെ മൗലിക അവകാശത്തെയാണ് ഈ അറിയിപ്പുകൾ ചോദ്യം ചെയ്തത്. എവിടെയെങ്കിലും ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡിന് ചുറ്റുമുള്ള പൊതുസ്ഥലം തങ്ങളുടേതാണെന്നും അവിടെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് പ്രവേശനമില്ലെന്നും പ്രഖ്യാപിക്കുന്ന ഒരു അലിഖിത നിയമം നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഈ പ്രവണത തികഞ്ഞ ഗുണ്ടായിസം തന്നെയല്ലേ? ഇത് ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ലേ? ഓൺലൈൻ ടാക്സി ഓട്ടോ സേവനങ്ങൾ ഒരുക്കിയത് ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭം കൂടിയാണ്. കമ്മീഷൻ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഈ ഡ്രൈവർമാർക്ക് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ കൂടുതൽ ട്രിപ്പുകൾ എടുക്കാൻ സാധിക്കുന്നത് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ പ്രധാനപ്പെട്ട യാത്രാ കേന്ദ്രങ്ങളിൽ നിന്ന് അവരെ വിലക്കുന്നത് അവരുടെ ഉപജീവന മാർഗത്തെ നേരിട്ട് ബാധിക്കുകയും കൂടി ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഓൺലൈൻ ടാക്സി ഓട്ടോ സേവനങ്ങൾ നിയമപരമായി പ്രവർത്തിക്കുകയും സർക്കാരിന് നികുതി നൽകുകയും ചെയ്യുന്ന ഒരു ബിസിനസ് മാതൃക കൂടിയാണ്. സാധാരണ യാത്രക്കാർക്ക് ഈ സംവിധാനം ഒട്ടേറെ സൗകര്യങ്ങളാണ് നൽകുന്നത്. ഏറ്റവും പ്രധാനമായി നിരക്കുകൾ തികച്ചും സുതാര്യമാണ്. മീറ്റർ നിരക്കോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ മുൻകൂട്ടി കാണിക്കുന്ന തുകയോ മാത്രം നൽകിയാൽ മതി. അധിക നിരക്ക് ചോദിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ്, ചോദിച്ചാൽ തന്നെ കൊടുക്കേണ്ട ആവശ്യവുമില്ല. കൂടാതെ യാത്രയുടെ വിവരങ്ങൾ, ഡ്രൈവറുടെ വിശദാംശങ്ങൾ, റൂട്ട് ട്രാക്കിംഗ് എന്നിവ ആപ്പിൽ ലഭ്യമാക്കുന്നതിനാൽ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഓൺലൈൻ ടാക്സി സൗകര്യം എന്ന് പറയുന്നത്. അവർക്ക് കൃത്യമായ രീതിയിൽ അവർക്ക് എങ്ങനെയാണ് പോകേണ്ടത്, ആരാണ് ഡ്രൈവർ, ആപ്പിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ബില്ലുണ്ട്, എത്ര രൂപ കൊടുക്കണം, രാത്രിയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാ ജനങ്ങൾക്കും ഒരു സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു കാര്യം കൂടിയാണ്, മാക്സിമം സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യം കൂടിയാണ്. അതിനും കൂടിയാണ് ഈ വിലങ്ങ് തടി വരുന്നത് എന്നുള്ളത് ആലോചിക്കണം. തിരക്കേറിയ സമയങ്ങളിലും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ പോലും ഒരു ബുക്കിംഗ് വഴി വാഹനം അടുത്തേക്ക് വരുന്നതിനാൽ ലഭ്യത ഉറപ്പാക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഇത്രയധികം ഉപകാരപ്രദമായ ഈ സേവനങ്ങൾ ഇഷ്ടപ്പെടുന്ന യാത്രക്കാർക്ക് മേൽ സംഘടിത തൊഴിലാളി ഭീകരർ നടത്തുന്ന ഈ വിരട്ടി ഓടിക്കൽ നാട്ടിൽ അരങ്ങേറുന്നത് ഈ ഗതാഗത മേഖലയുടെ പുരോഗതിയെ പുറകോട്ട് വലിക്കുന്ന ഒരു കാഴ്ച തന്നെയാണത്. ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം പോലീസിനെ കുറിച്ചാണ്. പോലീസിന്റെ ഓഫീസുകൾക്കും സ്റ്റേഷനുകൾക്കും സമീപം ഇത്തരം ഭീഷണി ബോർഡുകൾ നിലനിൽക്കുകയും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ നിരന്തരം ഭീഷണി നേരിടുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് ശക്തമായി നടപടിയെടുക്കാത്തത്, ഒരു ചെറു വിരൽ അനക്കാത്തത്, ഇവരെ വിളിച്ചുപെടുത്തി ചോദ്യം ചെയ്യാത്തത്? ഈ ഫ്ലെക്സുകൾ എന്തുകൊണ്ട് മാറ്റി സ്ഥാപിക്കുന്നില്ല? ഈ ബോർഡുകൾ എന്തുകൊണ്ട് നീക്കം ചെയ്യുന്നില്ല? പൊതുസ്ഥലങ്ങൾ കയ്യേറി ഓട്ടോ സ്റ്റാൻഡ് എന്ന ബോർഡ് സ്ഥാപിക്കുന്നതും അവിടെ പാർക്ക് ചെയ്യുന്ന മറ്റു വാഹനങ്ങളെ സംഘം ചേർന്ന് ആക്രമിക്കുന്നതും മീറ്റർ ഇടാതെ തോന്നുംപടിയുള്ള തുക ആവശ്യപ്പെടുന്നതും നിയമലംഘനങ്ങൾ തന്നെയാണ്. അത് ചോദ്യം ചെയ്യാൻ ഇവിടെ പോലീസില്ലേ? എന്താ ഭയമാണോ? ഇത് വെറും ട്രേഡ് യൂണിയൻ പ്രശ്നം
പ്രശ്നം എന്നതിലുപരി പൊതുക്രമസമാധാന പ്രശ്നവും കൂടി തന്നെയാണ്. നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ്സിനെ തടസ്സപ്പെടുത്തുന്നതിനും പൊതുവഴിയിൽ ഭീഷണി സൃഷ്ടിക്കുന്നതിനുമെതിരെ പോലീസ് കേസെടുത്ത നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എന്നാൽ പലപ്പോഴും അനുവദനീയമായ ഗുണ്ടായിസം എന്ന നിലയിൽ ഇവയെ കണ്ടില്ലെന്ന് പോലീസ് തന്നെ നടിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഓൺലൈൻ ടാക്സികൾക്കെതിരെയുള്ള ഈ സംഘടിത നീക്കത്തെ ഓട്ടോ തൊഴിലാളികൾക്കെതിരെയുള്ള വിമർശനമായി മാത്രം കാണാൻ സാധിക്കുന്നതല്ല, മറിച്ച് ഈ സംഘടിത ശക്തികൾ പൊതുജനത്തിനു മേൽ തങ്ങളുടെ സ്വന്തം നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണ്. ഉപഭോക്താക്കൾ നേരിടുന്ന സാധാരണ പരാതികൾ നിരവധിയാണ്. ചെറിയ ദൂരത്തേക്ക് ഓട്ടം വിളിച്ചാൽ പുച്ഛത്തോടെ വരാൻ പറ്റില്ല എന്ന് പറയുന്നതും, തിരക്കുള്ള റോഡുകളിൽ ഓട്ടം പിടിക്കാൻ വേണ്ടി ഇൻഡിക്കേറ്റർ പോലും ഇടാതെ കടും ബ്രേക്ക് ചവിട്ടി അപകടങ്ങൾ സൃഷ്ടിക്കുന്നതും പതിവ് കാഴ്ചയാണ്. ഇതിലും ഗൗരവകരമായ അവസ്ഥ, അപകടമുണ്ടാക്കിയ ശേഷം തെറ്റ് ചെയ്തവർ തന്നെ പിന്നിൽ വന്ന യാത്രക്കാരനെ ഭീഷണിപ്പെടുത്തി നഷ്ടപരിഹാരം വാങ്ങുന്ന ഗുണ്ടായുസം. ഈ നിയമലംഘനങ്ങളും പൊതുജനദ്രോഹപരമായ കലാപരിപാടികളും അരങ്ങേറിയതിനു ശേഷമാണ് ഓട്ടോ തൊഴിലാളികളുടെ ഒരു വിഭാഗം ഓൺലൈൻ ഓട്ടോകൾ 100 മീറ്റർ അകലം പാലിക്കൂ എന്ന പുതിയ പരിപാടി തന്നെ അവതരിപ്പിക്കുന്നത്. ഇത്തരം സംഘടിത ഗുണ്ടായുസങ്ങളാണ് ഒരു നാടിന്റെ ശാപമായി തന്നെ മാറുന്നത്. കേരളം ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ തലസ്ഥാന നഗരിയിൽ യാത്രക്കാർക്ക് ഒരു ഓൺലൈൻ ടാക്സി പോലും ബുക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ദയനീയമാണ്, ലജ്ജാകരമാണ്, തലകുനിക്കേണ്ടതാണ്. ട്രേഡ് യൂണിയനുകൾക്ക് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് അവകാശമുണ്ട്. എന്നാൽ അത് മറ്റൊരാളുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തിക്കൊണ്ടോ പൊതുജനത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ആകരുത്. ഈ ഗൗരവകരമായ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടൽ അനിവാര്യം തന്നെയാണ്. ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ ഇനി കണ്ണു തുറക്കൂ. ഒന്നാമതായി, പൊതുസ്ഥലങ്ങൾ കയ്യേറി സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ഭീഷണി ബോർഡുകളും നീക്കം ചെയ്യുകയും ബോർഡ് വെച്ചവർക്കെതിരെ പൊതുശല്യത്തിനും ഭീഷണിക്കും കേസെടുക്കുകയും വേണം. രണ്ടാമതായി, നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്ക് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് യാതൊരു തടസ്സവും കൂടാതെ ഓട്ടം എടുക്കുന്നതിന് ആവശ്യമായ പോലീസ് സുരക്ഷ ഉറപ്പാക്കണം. ഏറ്റവും ഒടുവിൽ, ഓൺലൈൻ ടാക്സിക്കും ഓഫ്ലൈൻ ടാക്സിക്കും സഹവർത്തിത്വത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ വ്യക്തമായ നിയമപരമായ ഒരു ചട്ടക്കൂട് സർക്കാർ രൂപീകരിക്കേണ്ട ആവശ്യമൊക്കെ കഴിഞ്ഞു. സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനൊരു കൂട്ടർ തടസ്സപ്പെടുത്തുമ്പോൾ നിയമം അതിൻ്റെ വഴിക്ക് നടപ്പാക്കുക എന്നതാണ് ഒരു പുരോഗമന സമൂഹത്തിൻ്റെ ബാധ്യത. ടാക്സി ഓട്ടോ തൊഴിലാളികളും യാത്രക്കാരും തമ്മിലുള്ള ബന്ധം സൗഹൃദപരവും നിയമപരവുമായി തുടരാൻ അധികാരികൾ ഉണർന്നു പ്രവർത്തിച്ചേ തീരൂ. എങ്കിൽ മാത്രമേ തിരുവനന്തപുരം നഗരത്തിന് യഥാർത്ഥത്തിൽ സ്മാർട്ട് സിറ്റി ആകാൻ സാധിക്കുകയുമുള്ളൂ. ഓഫ്ലൈൻ ടാക്സികളും ഓൺലൈൻ ടാക്സികളും ഒക്കെ തന്നെ ഒരുമിച്ച് നടക്കണം. ഓൺലൈൻ ടാക്സികൾക്ക് മേൽ ഭീഷണി ഉയർത്താൻ ഇവിടെ ആർക്കും അധികാരമില്ല. അവരവരുടെ ജോലി ചെയ്യുന്നു, ഇവരുടെ തൊഴിൽ ചെയ്യുന്നു. അതിവിടെ കൊണ്ടുവരാൻ പറ്റില്ല. 100 മീറ്റർ അകലം പാലിക്കണം. ബോർഡ്, ഫ്ലെക്സ്, ജനങ്ങൾക്ക് മേലുള്ള ഒരു ആക്കം, ജനങ്ങളോട് പറയാൻ നിങ്ങൾ ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ഓട്ടം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ, പിടിക്കുന്നെങ്കിൽ 100 മീറ്റർ അകലം പോയിരുന്നു പിടിക്കണം. ഈ പെട്ടി ചുമന്നുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിലും ഈ എയർപോർട്ടിലും ഒക്കെ നിൽക്കുന്നവർ ഇനി 100 മീറ്റർ നടന്നിട്ട് വേണം ഓട്ടോ പിടിക്കാൻ. ഇതൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി ഇതിനെതിരെ ശബ്ദിച്ചേ മതിയാവുകയുള്ളൂ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെയൊക്കെ പോലീസ് സുരക്ഷയും ഇവിടെയൊക്കെ കാക്കിയണിഞ്ഞവരുമുണ്ട്. അവർക്കൊന്നും ഒരു ചെറുവിരൽ അനക്കാനില്ല, ഇതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിക്കാനില്ല. ഭയമാണോ ഇതിന് കാരണം? അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണോ? നിയമം നടപ്പാക്കേണ്ടതും സുരക്ഷ നടപ്പിലാക്കേണ്ടതും ഇവരുടെ കടമയല്ലേ? ഇതൊക്കെ ചോദ്യം ചെയ്യാനും ഇതൊക്കെ ചെയ്യപ്പെടേണ്ട കാലങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇത് ഇപ്പോഴും കേരളത്തിലെ സ്വന്തം നാട്ടിൽ നിന്നും ടൂറിസമൊക്കെ വല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്ന് ഇവിടുത്തെ പൊതുമരാമത്തും ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടി വരുന്നതും ഇത്രയും ലജ്ജാകരമായ കാര്യങ്ങൾ വീണ്ടും സംസാരിക്കപ്പെടേണ്ടി വരുന്നതും. അതുകൊണ്ട് എല്ലാവർക്കും തൊഴിൽ ഉറപ്പാക്കേണ്ടത് അതൊരു ഔദാര്യമല്ല, അത് ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടതാണ്.